ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4th സ്റ്റാൻഡേർഡിലെ EVSലെ 6th ചാപ്റ്ററായ മാർവൽസ് ഓഫ് സ്കൈ എന്നുള്ളതിൻ്റെ ബാക്കി ഭാഗമാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് നോക്കാം നമുക്ക്. ടു ദ മൂൺ അല്ലേ, എന്താണ് മൂണിലേക്ക്. മൂൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, നമ്മളെന്താണ് ചന്ദ്രൻ അല്ലേ, ചന്ദ്രനിലേക്കാണ് അല്ലേ. ഒബ്സർവ് ദ പിക്ചർ, കണ്ടോ, ചിത്രം കണ്ടോ, കണ്ടില്ലേ. ഇതെന്ന് പറഞ്ഞാൽ എന്താ അറിയോ, നമ്മൾ ഇവിടുന്ന് ആകാശത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ മൂണിനെ കാണല്ലേ, ആ മൂണാണ് കേട്ടോ ഇത്. ഓക്കെ, കണ്ടോ, ഇത് ആ മൂണിലേക്ക് പോയ ആളാണ് ഇയാൾ. പിന്നെ അതുപോലെ അതിൽ പോയ വാഹനങ്ങളാണ് കേട്ടത്. ഓക്കെ, കളക്ട് മോർ ഇൻഫോർമേഷൻ ബേസ്ഡ് ഓൺ ദിസ് പിക്ചർ ആൻഡ് ഡിസ്കസ് ഇറ്റ് ഇൻ ദ ക്ലാസ്. കുറേ ഈ പിക്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഫോർമേഷനൊക്കെ കളക്ട് ചെയ്യുക, എന്നിട്ടത് ക്ലാസ് ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞത്. ഡു യു സെലിബ്രേറ്റ് മൂൺ ഡേ ഇൻ യുവർ സ്കൂൾ? നിങ്ങൾ മൂൺ ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടോ? വാട്ട് ആക്ടിവിറ്റീസ് വർ ക്യാരിഡ് ഔട്ട് ഇൻ യുവർ സ്കൂൾ റിലേറ്റഡ് ടു മൂൺ ഡേ? മൂൺ ഡേ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് സ്കൂളിൽ കളിച്ചത്? കളക്ട് ദ ഡീറ്റെയിൽസ് ആൻഡ് പ്രിപ്പയർ എ മാഗസിൻ. ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ട് നിങ്ങൾ എന്തൊക്കെ മാഗസിൻ പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ എന്തൊക്കെ ആക്ടിവിറ്റീസിൻ്റെ ആ മൂൺ ഡേ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഇതില്ല, അതിലുള്ള ഫോട്ടോസും അതൊക്കെ ഒന്ന് കളക്ട് ചെയ്യാം. ലെറ്റ് us ഒബ്സർവ് ദ മൂൺ ഇൻ ദ നെക്സ്റ്റ് ഫുൾ മൂൺ ഡേ. ഇനി നിങ്ങൾ എന്താക്കുക, മൂണിനെ നിങ്ങൾ അടുത്ത ഫുൾ മൂൺ ഡേയിൽ നിങ്ങൾ എന്താക്കുക, ഒബ്സർവ് ചെയ്യുക. ഫുൾ മൂൺ ഡേ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, എന്താണ് ഫുൾ മൂൺ ഡേ എന്നും അതുപോലെ ന്യൂ മൂൺ ഡേ എന്താണെന്ന് നമ്മൾ അറിയാം അല്ലേ. ഫുൾ മൂൺ ഡേ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫുള്ളായിട്ട് നമുക്ക് കാണുന്ന മൂണിനെ കാണുന്ന അതിൽ റൗണ്ടായിട്ട് കാണുന്നത്. പിന്നെ ന്യൂ മൂൺ ഡേ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ തീരെ കാണാത്തത് ഉണ്ടാവും അല്ലേ, കാണാത്ത ദിവസമാണ് ന്യൂ മൂൺ ഡേ. ഓക്കെ, യൂസ് ബൈനോക്കുലേഴ്സ് ടു ഒബ്സർവ് ദ മൂൺ. റൈറ്റ് ഡൗൺ യുവർ ഒബ്സർവേഷൻ ഇൻ മൈ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറി. നിങ്ങൾ എന്താണ് മൂണിനെ ബൈനോക്കുലറിൽ വെച്ചിട്ട് എന്താക്കുക, ഒബ്സർവ് ചെയ്യുക. എന്നിട്ട് എന്താക്കുക, ഇന്ന് ഫുൾ മൂൺ ഡേ ആണ് കേട്ടോ. എന്നിട്ട് എന്താക്കുക, നിങ്ങളുടെ ഒബ്സർവേഷൻ എന്താണോ അത് നിങ്ങളെ ബുക്കിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ദ മൂൺ ഈസ് ദ ഓൺലി സെലഷ്യൽ ബോഡി ദാറ്റ് ഹ്യൂമൻസ് ഹാവ് എവർ സെറ്റ് ഫുട്ട് ഓൺ. എന്താണ് മൂൺ എന്ന് പറഞ്ഞാൽ, ഈ മൂണിലാണ് എന്ത് മനുഷ്യന് ആദ്യമായിട്ട് കാല് കുത്തിയ സെലഷ്യൽ ബോഡി എന്ന് പറയുന്നത് കേട്ടോ. മൂൺ ഈസ് ദ ഓൺലി സെലഷ്യൽ ബോഡി ദാറ്റ് ഹ്യൂമൻസ് ഹാവ് സെറ്റ് ഫുട്ട് ഓൺ അല്ലേ, കാല് കുത്തി മനുഷ്യന് എന്താണ് ഒരു സെലഷ്യൽ ബോഡി പറഞ്ഞാൽ ആകാശഗോളങ്ങളിൽ എന്താണ് മനുഷ്യൻ കാല് കുത്തിയ ഓൺലി സെലഷ്യൽ ബോഡി എന്ന് പറഞ്ഞാൽ ഏതാണ്, മൂണാണ് കേട്ടോ. ഇറ്റ് ഹാസ് ബീൻ ഡിസ്കവേർഡ് ദാറ്റ് ദർ ആർ മെനി ഹിൽസ് ആൻഡ് ക്രേറ്റേഴ്സ് ഓൺ ദ മൂൺ. അവിടെ എന്താണ് കുറേ കുന്നുകളും അതുപോലെ കുഴികളും ഒക്കെ എന്താണ് അവിടെ കണ്ടുണ്ട്, അവിടെ ഉണ്ട്. ഈവൻ ടുഡേ, ഇന്നും എന്താണ് എഫേർട്ട് ആർ ബീങ് മെയ്ഡ് ബൈ മാൻ ടു നോ മോർ അബൌട്ട് ദ മിസ്റ്ററീസ് റിലേറ്റഡ് ടു ദ മൂൺ അല്ലേ. ഇന്ന് എന്താണ് ആ മൂണിനെ കുറിച്ചിട്ടുള്ള മൂണുമായിട്ട് ബന്ധപ്പെട്ടുള്ള മിസ്റ്ററീസൊക്കെ എന്താണ് അറിയാനുള്ള ശ്രമത്തിലാണ് എന്താക്കുന്നത് ഇന്ന് ശാസ്ത്രജ്ഞർ അല്ലേ, മനുഷ്യന്മാർ. അപ്പം മനുഷ്യൻ കാല് കുത്തിയ ഏക സെലഷ്യൽ ബോഡിയാണ് എന്ത്, മൂണ് അല്ലേ. അപ്പം മൂണിൽ ധാരാളം കുന്നുകളും കുഴികളും ഉള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. ചന്ദ്രനിലെ രഹസ്യങ്ങൾ കൂടുതൽ അറിയാനുള്ള ശ്രമങ്ങൾ എന്താണ് ഇന്നും മനുഷ്യന് നടത്തി വരുന്നുണ്ട്. ഇനി എന്താണ് പറയുന്നത് നോക്കിയാൽ, സയന്റിഫിക് സ്റ്റഡി ഓഫ് മൂൺ ഈസ് നോൺ ആസ് സെലനോളജി. അപ്പോൾ മൂണിൻ്റെ സയന്റിഫിക് സ്റ്റഡീനെ എന്താണ് സെലനോളജി എന്ന് പറയും കേട്ടോ. എന്താണ് ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് മൂൺ ഈസ് നോൺ ആസ് എന്താണ് സെലനോളജി എന്ന് പറയും. മൂണിൻ്റെ സയന്റിഫിക് സ്റ്റഡീനെ സെലനോളജി എന്ന് പറയും. അതുപോലെ ദ സ്റ്റഡി ഓഫ് ദ സർഫസ് ആൻഡ് ഫിസിക്കൽ ഫീച്ചർ ഓഫ് ദ മൂൺ ഈസ് കോൾഡ് സെലനോഗ്രഫി. എന്താണ്, അതായത് മൂണിൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സും അതിൻ്റെ സർഫസിനെയും കുറിച്ചുള്ള പഠനമാണ് എന്ത്, സെലനോഗ്രഫി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് സെലനോഗ്രഫി, അതുപോലെ സെലനോളജി. സെലനോളജി എന്ന് പറഞ്ഞാൽ എന്താണ്, മൂണിൻ്റെ സയന്റിഫിക് സ്റ്റഡീനെയാണ് സെലനോളജി എന്ന് പറയുന്നത് കേട്ടോ. ഇനി എന്താണ് സെലനോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണ്, മൂണിൻ്റെ ഈ സർഫസിനെ കുറിച്ചിട്ടും അതിൻ്റെ ഉപരിതലല്ല മുകൾ ഭാഗം അതിനെ കുറിച്ചിട്ടും അതുപോലെ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ദ മൂൺ, മൂണിൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടുള്ള പഠനമാണ് എന്ത്, സെലനോഗ്രഫി. രണ്ടിനെയും ഡിഫറൻസ് മനസ്സിലായല്ലോ. ഒന്ന് സെലനോളജി, ഒന്നെന്താണ് സെലനോഗ്രഫി. ഓക്കെ, സെലനോളജി പറഞ്ഞാൽ ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് മൂൺ ഈസ് നോൺ ആസ് സെലനോളജി. പിന്നെ ദ സ്റ്റഡി ഓഫ് സർഫേസ് ആൻഡ് ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ദ മൂൺ ഈസ് കോൾഡ് സെലനോഗ്രഫി. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ് നോക്കാം നമുക്ക്, കലണ്ടർ. കലണ്ടർ നിങ്ങൾ കേട്ടില്ലേ, കലണ്ടർ ഒരുപാട് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ട് അല്ലേ. വാട്ട് ഈസ് ദ യൂസ് ഓഫ് കലണ്ടർ? കലണ്ടറിന്റെ യൂസ് എന്താണ്, ഉപയോഗം എന്താണ്? റൈറ്റ് ഡൗൺ ദ നെയിംസ് ഓഫ് ഇംഗ്ലീഷ് മന്ത് യൂസിങ് ദ കലണ്ടർ ഇൻ യുവർ ക്ലാസ് റൂം. നിങ്ങൾ എന്താക്കുക, നിങ്ങളെ ക്ലാസ് റൂമിലുള്ള കലണ്ടർ ഉണ്ടാവും അല്ലേ, അല്ലെങ്കിൽ വീട്ടിലുള്ള കലണ്ടർ ഉണ്ടാവും. അതിന് നിങ്ങൾ എന്താണ് ഈ ഇംഗ്ലീഷ് മാസത്തിലുള്ള ഇംഗ്ലീഷ് മാസം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ.
ഓക്കെ, കലണ്ടറിലുള്ള ഇംഗ്ലീഷ് മാസം. അപ്പോൾ ഏതൊക്കെയാണ്? ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. അപ്പോൾ എന്താണ്? ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഓക്കെ, 12 മന്താണ് നമ്മളെ മാസം അല്ലേ? അപ്പോൾ ഇത് എഴുതുക കേട്ടോ. ഇനി ഇൻ വിച്ച് മന്ത് ഓഫ് ദ ഇംഗ്ലീഷ് കലണ്ടർ ഡസ് ഡേ ഒക്കർ? ഇപ്പൊ ടുഡേ ഒക്കർ, ഇന്ന് നിൽക്കുന്ന ഈ മാസം ഏതാന്ന് ചോദിച്ചത്. ഏത് മാസമാണ് നമ്മൾ ഈ നിൽക്കുന്നത്? ഇപ്പം എന്താണ് 28-ാം തീയതിയാണ്, നവംബർ ആണ്, 2025 ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണ്? നവംബർ ആണ് ഞാൻ ഇപ്പോൾ ഈ പറയുന്ന ക്ലാസ്. നിങ്ങൾ നോക്കുക, നിങ്ങൾ എന്നാണ് ഇത് കേൾക്കുന്നത്, ആ മാസം ഏതാന്നുള്ളത് കലണ്ടറിൽ നോക്കുക കേട്ടോ. ഓക്കെ, ഞാൻ ഇപ്പം നിങ്ങളോട് ഈ ക്ലാസ് എടുക്കുന്നത് ഈ നവംബറിലാണ്. ഓക്കെ, അപ്പം നവംബർ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, നവംബർ, NOVEMBER, നവംബർ. ഓക്കെ, ദെൻ ലെറ്റ് സിങ് എ സോങ് ഇൻക്ലൂഡിങ് ദ നെയിംസ് ഓഫ് മലയാളം മന്ത്. ഇനി നമുക്കൊരു പാട്ട് പാടാം. എന്താണ്? മലയാള മാസത്തിലെ പേരുകൾ വെച്ചിട്ടുള്ളൊരു പാട്ടാണ് കേട്ടോ. മന്ത്സ് ആൻഡ് റെയിൻ, എന്താണ്? മാസങ്ങളും മഴയും അല്ലേ? മഴയെ കുറിച്ചല്ലേ? എന്താണ്? ചിന്നി ചിന്നി ചിങ്ങമഴ, മിന്നി മിനുങ്ങി കന്നിമഴ അല്ലേ? ചിന്നി ചിന്നി ചിങ്ങമഴ, മിന്നി മിനുങ്ങി കന്നിമഴ, തൂക്കം നോക്കി തുലാമഴ, വൃശ്ചികമായാൽ കുളിർമഴ അല്ലേ? അപ്പോൾ ഇതാ ചിങ്ങമഴ ഉണ്ട്, കന്നിമഴ ഉണ്ട്, തുലാമഴ ഉണ്ട്, കുളിർമഴയായി അല്ലേ വൃശ്ചികത്തിൽ അല്ലേ? ഇനി ധനുമകരത്തിൽ മഞ്ഞുമഴ, കുംഭം മീനം ആവിമഴ, മേടം നേടി പുതിയ മഴ, പുതുവർഷത്തിൽ ഹർഷമഴ അല്ലേ? പിന്നെ ഇടിപൊടി ഇടിപൊടി ഇടവമഴ, ദിമി ദിമി ദിമി, എന്താണ്? ദിമി ദിമി തദിമി അല്ലേ? മിഥുനമഴ, തക്കിട തരികിട കർക്കിടകം, തിരിമുറിയാത്തൊരു വികൃതി മഴ അല്ലേ? ഇതാണെന്ത്? മലയാള മാസത്തിലുള്ള അല്ലേ? അപ്പം ഈ മാസത്തിൽ തന്നെ അവിടെ പറയുന്നുണ്ട് അല്ലേ? ഏതൊക്കെയാണെന്നൊക്കെ? ചിങ്ങം, കന്നി, തുലാം, പിന്നെന്താണ്? വൃശ്ചികം. ഈ കേട്ടോ, ഇതാ ചിങ്ങം, ഇതൊക്കെ മലയാള മാസം കേട്ടോ. കന്നി, പിന്നെന്താണ്? തുലാം, പിന്നെന്താണ്? വൃശ്ചികം, പിന്നെന്താ? പിന്നെന്താ? ഇതാ നോക്കൂ കേട്ടോ. ധനു, മകരം, പിന്നെന്താണ്? കുംഭം, മീനം, മേടം, പിന്നെന്താണ്? മേടം, ഇതാ ഇടവം, പിന്നെ മിഥുനം, കർക്കിടകം. ഓക്കെ, 3 മാസങ്ങളാണ് മലയാള മാസത്തിലുള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെ എന്താണ് ഇവിടെ എഴുതാനാണ് പറഞ്ഞത്. വിച്ച് ആർ ദ മന്ത്സ് മെൻഷൻ ഇൻ ദിസ് റെയിൻ സോങ്? ഈ മാസത്തിൽ ഏതൊക്കെ, ഈ റെയിൻ സോങ്ങിൽ ഏതൊക്കെ മാസമാണ് പറയുന്നതെന്നല്ലേ? അപ്പോൾ ഈ പറയുന്ന മാസങ്ങളൊക്കെയാണ് എഴുതിയത് അല്ലേ? അപ്പോൾ ഏതൊക്കെ നോക്കിയേ? ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം, കർക്കിടകം കേട്ടോ. ഇതൊക്കെയാണ് വരുന്നത് നമ്മളെ മാസത്തിൽ. മലയാള മാസം മലയാളത്തിലുള്ളത് ഇവിടെ ഉണ്ട്, ഇംഗ്ലീഷിലുള്ളതും ഇവിടെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് അവിടെ എഴുതേണ്ടത്. ഓക്കെ, മലയാള മാസമാണിത്. ഇനി ദർ ആർ മലയാളം മന്ത്സ് ദാറ്റ് കം അണ്ടർ ദ കൊല്ലവർഷ കലണ്ടർ. അപ്പം മലയാള മാസം വരുന്നത് എന്താ? കൊല്ലവർഷ കലണ്ടറിലെ താഴെയായിട്ടാണ് വരുന്നത് അല്ലേ? മലയാള മാസം, അതായത് എന്താണ്? കൊല്ലവർഷം എന്നും മലയാള മാസം എന്നും പറയൂ കേട്ടോ. കൊല്ലവർഷം എന്നും മലയാള മാസം എന്നും എന്താണ് ഈ മലയാള മാസത്തിന് പറയും. കൊല്ലവർഷ കലണ്ടറിൽ എന്ന് പറയും കൊല്ലവർഷം. ഓക്കെ, നേത് മലയാളം മാസം ബൈ റെഫറിങ് ദ കലണ്ടർ. കലണ്ടറിലുള്ള മലയാള മാസം ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ എഴുതിയില്ലേ? ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം. ഇതന്നെ അല്ലേ? ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം, കർക്കിടകം അല്ലേ? അതാണ് എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, ദെൻ ഇൻ വിച്ച് മന്ത് ഓഫ് ദ കൊല്ലവർഷ കലണ്ടർ ഡസ് ടുഡേ ഒക്കർ? അപ്പോൾ ഇന്ന് വരുന്ന ഇതിൽ കൊല്ലവർഷ കലണ്ടറിൽ ഇന്ന് ഏതാണ് മാസം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ന് ഏതാ മാസം? ഇതാണ് നവംബറിലെ എന്താണ്? ഇന്ന് 28 വെള്ളിയാഴ്ചയാണ്. അപ്പോൾ കലണ്ടർ അല്ലേ? അപ്പോൾ എന്താണ് ഇതിൽ ഏത് മലയാള മാസം എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏത് മലയാള മാസമാണ് ഇത്? ഇതാ ഇവിടെ സൈഡിൽ നമ്മൾ കൊടുത്തു നോക്കിയേ, ഇവിടെ കുറേ ഇത് വരുന്നുണ്ട് അല്ലേ? ഇവിടെ 28-ന് നോക്കൂ, ഇതാ ഇവിടെ തുലാം, വൃശ്ചികം എന്ന് കണ്ടില്ലേ? അപ്പോൾ തുലാമാസം ഇവിടെ കഴിഞ്ഞു. ഇവിടെ എന്താണ്? 29, 30 ഇവിടെ വരെ അല്ലേ? പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് 1 അല്ലേ? 1, 2 അല്ലേ? അപ്പോൾ എന്താണ് ഈ 12? ഏത്? വൃശ്ചികം 12 ഇന്ന്. ഓക്കെ, നമ്മളെ കലണ്ടറിൽ എന്താണ് ഒരുപാട് അത് കണ്ടില്ലേ? ഇവിടെ ഇത് ഇംഗ്ലീഷ് മാസത്തിനാണ് ഈ വലിയ കാണിക്കുന്നത്. പിന്നെ ഇവിടെ ഈ കാണിക്കുന്ന ഇതുണ്ടല്ലേ, ഇത്
മലയാള മാസത്തിനെയാണ് കാണിക്കുന്നത്. ഇതിൻ്റെ ഈ അക്കത്തിൻ്റെ ഇടത് ഭാഗത്തായിട്ട് കാണുന്നത് ഇത് എന്താണ്, ഇംഗ്ലീഷ് മാസം അല്ല മലയാള മാസമാണ്, കൊല്ലവർഷമാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ കൊല്ലവർഷം 1201 എന്താണ്, വൃശ്ചികമാണ് കേട്ടോ. ഈ 16-ാം തീയതി വരെ എന്താണ്, തുലാമായിരുന്നു. അത് കഴിഞ്ഞിട്ടില്ല, 30 കഴിഞ്ഞില്ലേ, 30 ഇവിടെ, ഇനി 1 ഇവിടുന്ന് തുടങ്ങുകയാണ് അല്ലേ. 17-ാം തീയതി മുതലാണ് എന്ത് 1 തുടങ്ങുന്നത്. അപ്പോൾ അതെന്താണ്, വൃശ്ചികമാണ് കേട്ടോ. അപ്പോൾ മലയാള മാസത്തിൽ വൃശ്ചികമാണ്. അപ്പോൾ നമ്മൾ 28-നാണ് ഇപ്പോൾ ഞാൻ ക്ലാസ് നിങ്ങൾക്ക് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ കണ്ടോ, ഇതിൻ്റെ സൈഡിലായിട്ട് ഇവിടെ താഴെയായിട്ട് 12 അല്ലേ. അപ്പോൾ വൃശ്ചികം 12ആണ് ഇന്ന്. ഓക്കെ, ഇനി നിങ്ങൾ എന്നാണ് ഈ ക്ലാസ് കേൾക്കുന്നത്, ആ ക്ലാസ് കേൾക്കുന്ന അന്ന് എന്താക്കുക, നിങ്ങൾ കലണ്ടർ എടുത്ത് നോക്കുക. എന്നിട്ട് ഏത് മാസമാണോ ആ മാസം എടുക്കുക. എന്നിട്ട് എന്താക്കുക, ഈ ചിലപ്പോൾ ഈ മലയാള മാസമൊക്കെ ചിലപ്പോൾ ഇവിടെ മുകളിൽ എഴുതും, അല്ലെങ്കിൽ ഈ സൈഡിലൊക്കെ എഴുതും. അപ്പോൾ അതിൻ്റെ താഴെ ഉണ്ടാവും എന്താണ്, ഈ നമ്പറിൻ്റെ വലത് ഭാഗം കൊല്ലവർഷം, ഇടത് ഭാഗം ഹിജ്റ വർഷം, ഇടത് ഭാഗത്ത് മുകൾ ഭാഗം എന്നൊക്കെ പറഞ്ഞിട്ട് ആ കലണ്ടറെ താഴെ തന്നെ എഴുതിയിട്ടുണ്ടാവും. വായിച്ച് നോക്കുക. എന്നിട്ട് എവിടെയാണ് കൊല്ലവർഷം നോക്കുക. അതിനനുസരിച്ചാണ് നമ്മൾ കൊടുക്കേണ്ടത് കേട്ടോ. ഇതിൽ ഇവിടെയാണ് ഈ 12 കാണിക്കുന്നത്, ഇതാണ് കേട്ടോ. ഓക്കെ, അപ്പം വൃശ്ചികം 12ആണ് ഇന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്താ, വൃശ്ചികം 12 എന്ന് എഴുതാം കേട്ടോ. ഓക്കെ, ദെൻ ലിസൺ ടു ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ജൂബി ആൻഡ് സൂര്യ. നോക്കൂ, ജൂബിയും സൂര്യയും പറയുന്ന കോൺവെർസേഷൻ ആണ് അല്ലേ. ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്ന സംഭവമാണ് കേട്ടോ. ജൂബി, ഇറ്റ് ഈസ് മാർക്ക്ഡ് ആസ് എ ശകവർഷം ഇൻ ദിസ് കലണ്ടർ. അപ്പോൾ നോക്ക്, ഇതിൽ ശകവർഷം എന്ന് പറഞ്ഞാൽ ഈ കലണ്ടറിൽ ഉണ്ടല്ലോ എന്ന് പറയുകയാണ് അല്ലേ. യെസ് സൂര്യ, ഹിജ്റ വർഷം ഈസ് ഓൾസോ മാർക്ക്ഡ് ഹിയർ. എന്താണ്, ഹിജ്റ വർഷം എന്ന് പറഞ്ഞൊരു വർഷവും ഇതിലെന്താണ്, ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ അവർ പറഞ്ഞത് ശരിയാണ് അല്ലേ. നമ്മളിപ്പോൾ കണ്ട കലണ്ടറിൽ എന്താണ് 3, 4 നമ്പർ കണ്ടു അല്ലേ. 4 നമ്പർ നമ്മളിവിടെ കണ്ടിട്ടുണ്ട് അല്ലേ. നോക്കുന്നത് ഞാൻ വലുതാക്കിയതാട്ടോ കലണ്ടർ. ഇതാ നോക്ക്, ഇതോടെ തുലാം വൃശ്ചികം എന്ന് പറഞ്ഞൊരു മാസമാണ് അല്ലേ. പിന്നെ ഇവിടെ നോക്കിയാൽ ഇതാ ശകെന്നും കാണുന്നുണ്ട്, ഹിജ്റ എന്നും കാണുന്നു. ഇതൊക്കെ കലണ്ടറിൽ നിങ്ങളെ കലണ്ടറിലുണ്ട്, കലണ്ടറിൽ നോക്കിയാൽ കാണാം കേട്ടോ. അപ്പം എന്താണ്, ശകവർഷം അല്ലേ, അത് ശകവർഷമാണ്. പിന്നെന്താണ്, മറ്റേത് താഴെ എന്താ, ഹിജ്റ എന്നും ഉണ്ട് അല്ലേ. ഓക്കെ, ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, ശകെന്നും കാണുന്നുണ്ട്, ഹിജ്റ എന്നും കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മളെ ഈ കലണ്ടറിൽ ഏതൊക്കെ ഇംഗ്ലീഷ് മാസം ഉണ്ട്, അതുപോലെ മലയാള മാസം ഉണ്ട് അല്ലേ, എന്താണ് കൊല്ലവർഷം ഉണ്ട്, പിന്നെ അതുപോലെ ശകവർഷം ഉണ്ട്, ഹിജ്റ വർഷം അല്ലേ. 4 കലണ്ടറിൽ കാണിക്കുന്നുണ്ട് അല്ലേ. അതൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത് ഇതൊക്കെ കേട്ടോ. ഓക്കെ, നവംബറിലുള്ളതാണ്. എല്ലാ മാസത്തിലും ഉണ്ട് ഈ മലയാള മാസവും ഇംഗ്ലീഷ് മാസവും വർഷവും അതുപോലെ ഹിജ്റ വർഷവും ഒക്കെ എന്താണ്, എല്ലാ കലണ്ടറിലും ഉണ്ട് കേട്ടോ. എല്ലാ മാസവും ഇതുണ്ട്. അതുപോലെ എന്താണ്, ഇവിടെ മലയാള മാസത്തിലാണെങ്കിൽ തുലാം, വൃശ്ചികം, മീനം, ചിങ്ങം, കന്നി, തുലാം ആ മാസങ്ങളാണ് അല്ലേ. അതുപോലെ ശകവർഷത്തിൽ എന്താണ്, കാർത്തികം, അതുപോലെ അങ്ങനെ ആ മാസങ്ങൾ വരുന്നുണ്ട്. ഹിജ്റ വർഷത്തിൽ അതേപോലെ തന്നെ ജമാദിൽ അവൽ, ജമാദിൽ ആഖിർ, റബീൽ അവൽ, റബീൽ ആഖിർ, അങ്ങനത്തെ മാസങ്ങളും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോന്നിനും ഓരോ മാസങ്ങളാണ് വരുന്നത്. ഇത് ഹിജ്റ വർഷമാണ്, ഇത് ശകവർഷമാണ്, ഇത് ഇംഗ്ലീഷ് മാസമാണ്, ഇത് മലയാള മാസവും കൊല്ലവർഷമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ ഓരോന്നും ആ വർഷത്തിൻ്റെ എന്താണ്, മലയാളത്തിലാണെങ്കിൽ ഇതാണ് മലയാളത്തിലായിട്ട്. ഇപ്പോൾ 3-ാം തീയതി വിചാരിച്ചോ, 3-ാം തീയതി ഇപ്പുറത്തുള്ളത് എന്താണ്, ഇത് അല്ലേ. ഇത് എന്താണ്, ഫസ്റ്റ് തുലാമാണ് അല്ലേ, തുലാം 17. നമുക്ക് 18 ഇതിൽ നോക്കാം, 28 അല്ലേ. ഇപ്പോൾ 28ആണല്ലോ. അപ്പോൾ അതെന്താണ്, മലയാള മാസത്തിൽ വൃശ്ചികം 12ആണിത്. പിന്നെ അതുപോലെ എന്താണ്, ഇവിടെ മുകളിൽ കാണിക്കുന്നത് ശകവർഷമാണ്, ഇതിൻ്റെ താഴെയായിട്ട് കാണിക്കുന്നത് ഹിജ്റ വർഷമാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് കലണ്ടറിൽ ഒന്നുകൂടി നമുക്ക് ക്ലാസ് ഇത് നോക്കാം. നോക്ക്, let us examine the numbers in a column of the calendar for the month November 2025. Clarify the doubt of Jubi and Surya. കണ്ടോ, ഇതാ ചില കലണ്ടറിൽ ഇങ്ങനെയും കാണിക്കുന്നു കേട്ടോ. നമ്പർ 24ആണ്. ഇതേതാണ്, നവംബർ 2025 24 കാണിക്കുന്നുണ്ട്. അതിന് മുകൾ ഭാഗം ഒരു നമ്പർ, താഴെ ഭാഗം ഒരു നമ്പർ, ഇവിടെ ഒരു നമ്പർ. ഓരോ കലണ്ടറും വ്യത്യസ്തമാണ് കേട്ടോ. ഞാൻ പറഞ്ഞത് ചിലപ്പോൾ മലയാള വർഷം ഇവിടെ കാണിക്കും, ചിലപ്പോൾ മലയാള വർഷം ഇവിടെ കാണിക്കും കേട്ടോ. അങ്ങനെ ഓരോന്നും. അപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഏതാണെന്ന് നോക്കിയാൽ വിച്ച് ഇസ് ദ ഡേറ്റ് ഇൻ ദ കോളം ഗിവൺ എബോ. ഏത് ഡേറ്റ് ആണ്, 24-ാം തീയതി അല്ലേ. അപ്പോൾ 24 എന്ന് എഴുതുക. നെക്സ്റ്റ്, വിച്ച് ആർ ദ അതർ നമ്പേഴ്സ് ഇൻ ദ കോളം. പിന്നെ ഏതൊക്കെ നമ്പേഴ്സാണ് ഈ കോളത്തിലുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെ നമ്പേഴ്സാണ് ഈ കോളത്തിലുള്ളത്. 3 ഉണ്ട്, 2 ഉണ്ട്, 24 ഉണ്ട്, 8 ഉണ്ട് അല്ലേ. അപ്പോൾ വാട്ട് ഡു ദേ റെപ്രസെൻറ്റ്, അതൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്തിനാ അറിയാം. നോക്കൂ, 24 എന്നുള്ളത് ഇംഗ്ലീഷ് കലണ്ടറിനാണ് അല്ലേ. ഇംഗ്ലീഷ് കലണ്ടറിലുള്ള നമ്പറാണ് 24 അല്ലേ. അപ്പോൾ ഇംഗ്ലീഷ് മാസം നവംബർ അല്ലേ. അതിനെ ഗ്രിഗോറിയൻ എന്നും പറയും കേട്ടോ. ഇംഗ്ലീഷ് കലണ്ടറിൽ എന്താണ്, ഗ്രിഗോറിയൻ. ഓക്കെ, ഗ്രിഗോറിയൻ കേട്ടോ, ഗ്രിഗോറിയൻ. ഇംഗ്ലീഷ് കലണ്ടർ എന്ന് പറയും എന്താണ്, അല്ലെങ്കിൽ ഗ്രിഗോറിയൻ കലണ്ടർ എന്നും പറയും കേട്ടോ. അപ്പോൾ ഈ 24 റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്, 2025 നവംബർ 24 അല്ലേ. ഇംഗ്ലീഷ് കലണ്ടറാണ്, ഗ്രിഗോറിയൻ കലണ്ടറിൽ. ഇനി നെക്സ്റ്റ് നോക്കുക, വേറൊരു നമ്പർ 8. ഇതാ ഇവിടെ ഈ 8 കാണിക്കുന്നില്ല.
ഈ 8 കാണിക്കുന്നത് എന്താണ്? കൊല്ലവർഷത്തിലുള്ള മലയാള മാസത്തിലുള്ള നോക്കുക 1201 വൃശ്ചികം കേട്ടോ. വൃശ്ചികത്തിലെ 8-ാം തീയതി, വൃശ്ചികം 8 എന്നാണ് കാണിക്കുന്നത് കൊല്ലവർഷം. ഓക്കെ, കൊല്ലവർഷം മലയാള മാസത്തിലെ ഇതാണ് ഇവിടെ താഴെ കാണിക്കുന്നത് കേട്ടോ. പിന്നെ 3 ഏതാണ്? 3 ഇതാ ഈ മുകളിലുള്ള 3 എന്താണ്? ശകവർഷമാണ് കേട്ടോ. ഓക്കെ, ശകവർഷം 1947 ഹായന. ഓരോ വർഷത്തിലും ഓരോ വ്യത്യാസമുണ്ട് കേട്ടോ. ഇംഗ്ലീഷ് കലണ്ടറിലാണെങ്കിൽ 2025 അതുപോലെ മലയാള മാസത്തിലാണ് 1201 വർഷമാണ്. ശകവർഷത്തിലാണ് 1947 വർഷം. ഹിജ്റ വർഷത്തിലാണ് 1447 വർഷം. ഓക്കെ, ഇനി എന്താണ്? ഈ 3 കാണിക്കുന്ന ശകവർഷത്തിലാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. ഈ 3 റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി 2 റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ് നോക്കിയേ? 2 റെപ്രസെന്റ് ഹിജ്റ ഇയർ ആണ് കേട്ടോ. ഹിജ്റ വർഷം ഏതാണ്? ജമാദുൽ ആഖിർ അല്ലേ. ശകവർഷത്തിലെ അഗ്രഹായന മാസത്തിലെ 3-ാം തീയതിയാണ്. ഹിജ്റ വർഷത്തിൽ ഇവിടെ 2 കാണിക്കുന്നത് എന്താണ്? ജമാദുൽ ആഖിർ 2-ാം തീയതിയാണ് എന്നാണ് കേട്ടോ. മനസ്സിലായല്ലോ? അപ്പോൾ കലണ്ടറിൽ വ്യത്യസ്തമായിട്ടുണ്ടാവും. ചിലപ്പോൾ ഇത് രണ്ടും ഇവിടെ ആയിരിക്കും, ചിലപ്പോൾ ഇത് രണ്ടും ഇവിടെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ കലണ്ടർ അടിയിൽ എഴുതിയിട്ടുണ്ടാവും, വലതുഭാഗം ഇടതുഭാഗം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ നോക്കുക കേട്ടോ. ഓക്കെ, ദ അതർ നമ്പേഴ്സ് ഗിവൺ ഇൻ സ്മോളർ ഫോണ്ട് സൈസ് ഇൻ ദ കോളം ഓഫ് ദി ഇംഗ്ലീഷ് കലണ്ടർ റെപ്രസെന്റ് ദ ഡേ ഇൻ കൊല്ലവർഷം, ശക ഇയർ ആൻഡ് ഹിജ്റ ഇയർ അല്ലേ. അപ്പോൾ വേറെ നമ്പേഴ്സ് ഒക്കെ സ്മോളർ ഫോണ്ട് സൈസിൽ ചെറിയ എഴുത്തിലൊക്കെ കാണിക്കുന്നില്ലേ ഈ കോളത്തിൽ, അതിൽ ആ ഇംഗ്ലീഷ് കലണ്ടറിലുള്ള കോളത്തിൽ എന്താണ് ചെറിയ വർഷത്തിൽ നമ്പറൊക്കെ കാണിക്കുന്നില്ലേ, അതൊക്കെ റെപ്രസെന്റ് ചെയ്യുന്ന എന്താണ്? കൊല്ലവർഷത്തെയും ശക ഇയറിനെയും ഹിജ്റ ഇയറിനെയാണ് കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഒബ്സർവ് ടുഡേസ് ഡേറ്റ് ഇൻ ദ കലണ്ടർ ആൻഡ് കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ. ഇനി ഇന്നത്തെ ഡേറ്റ് നോക്കുക, എന്നിട്ട് എന്താക്കുക? ഈ ടേബിൾ കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കിക്കൂടെ, ഗ്രിഗോറിയൻ കലണ്ടർ ഏതാ വർഷം? ഇയർ നമുക്ക് എന്തായിരുന്നു ഇവിടെ നമ്മൾ ഇതാക്കി നോക്കിയേ, ഏത് ഇയറാണ്? ഇതാ ഇപ്പോൾ ഇതാണ് കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക്. ഇതാ 2025 വർഷം അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എന്താക്കുക? ഇവിടെ 2025 എന്ന് എഴുതാം അല്ലേ. ഏത് മാസം? നവംബർ. ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ് 28-ാം തീയതി. അപ്പോൾ 28-ാം തീയതി എന്ന് എഴുതാം കേട്ടോ. 28 എന്ന് എഴുതാം. ഇനി കൊല്ലവർഷം നോക്കാം നമുക്ക്. കൊല്ലവർഷത്തിൽ നോക്കിയേ ഏതാണ്? കൊല്ലവർഷത്തിൽ ഇത് വൃശ്ചികമാണ് അല്ലേ. വൃശ്ചികം എത്രയാണ്? ഇത് 12 ആണെന്ന് കേട്ടോ. നിങ്ങൾ ഏതാണ് മാസം ആ കലണ്ടറിൽ നോക്കി നിങ്ങൾ എഴുതുക കേട്ടോ. അപ്പോൾ വൃശ്ചികം ഏതാണ്? ഇവിടെ കൊല്ലവർഷം ഇയർ ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇയർ എഴുതുമ്പോൾ ഏത് ഇയറാണ്? കൊല്ലവർഷത്തിൻ്റെ ഇയർ ഏതാന്ന് നോക്കിയേ. ഇതാ 1201 കേട്ടോ. ഇവിടെ കണ്ടില്ലേ? 1201 കണ്ടോ ഇവിടെ കേട്ടോ. 1201 കേട്ടോ. 1201 അതും പിന്നെന്താണ് 1201 എന്നുള്ള അവിടെ ഇത് ആ വർഷത്തിൻ്റെ അവിടെ കേട്ടോ. ഇനി എന്താണ് അതിൽ ചോദിച്ചിരിക്കുന്നത്? മന്ത് ഏതാന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. വൃശ്ചികം അല്ലേ. ഡേ ഏതാണ്? 12. ഇനി ശക ഇയറിൽ ഏതാന്ന് നോക്കിയേ. ശക ഇയറിൽ ശക അല്ലേ ഇത്. അപ്പോൾ മുകൾ ഭാഗമാണ് ശക കേട്ടോ വരുന്നത്. അപ്പോൾ 28 അല്ലേ. അപ്പം ഇതേതാണ്? ഇതാ ഇത് എത്രയാണ്? ഇതിൻ്റെ മുകളിലുള്ള നമ്പർ എന്താണ്? അത് എഴുതുക അല്ലേ. ഏതാ വർഷം എന്നുള്ളത് അവിടെ തന്നിട്ടുണ്ട് അല്ലേ. 1547 അല്ലേ. ഇത് 1900 അല്ലേ. 1947 അല്ലേ. 1947 ശക കേട്ടോ. അപ്പോൾ അവിടെ വർഷം നിങ്ങൾ എഴുതുക. പിന്നെ ഏതാണ് ആ ഡേറ്റ് എഴുതുക കേട്ടോ. ഏതാ മാസം ഏതാണ്? ഇത് അല്ലേ. അപ്പോൾ ഏതാണ് ശകത്തിലെ മാസം ഏതാണ്? മാർഗശീർഷ കേട്ടോ. മാർഗശീർഷത്തിൽ ഏതാണ്? ഇത് ഈ നമ്പർ 7 അല്ലേ. അടുത്ത എന്താന്ന് നോക്കിയേ. ഹിജ്റ ഇയർ. ഹിജ്റ ഇയർ എത്രയാണ് നോക്ക്. ഹിജ്റ വർഷം എത്രയാണ്? 1447 അല്ലേ. 1447 ഹിജ്റ വർഷം അല്ലേ. ഇനി എന്താണ് മാസം ഏതാണ് നോക്ക്. ജമാദുൽ ആഖിർ ആണ് കേട്ടോ. അതിലെ ദിവസം എത്രയാണ്? ഇതാ ഇവിടെ ഉണ്ട്, ഇത് എഴുതുക കേട്ടോ. 7 തന്നെ. ഓക്കെ, ദെൻ ഇനി എന്താണ്? മാർക്ക് ട്രൂ ഓർ ഫാൾസ് യൂസിങ് ടിക്ക് ഓർ എന്താണ് ക്രോസ് അല്ലേ, സിമ്പിൾസ് അല്ലേ. ഈച്ച് കലണ്ടർ ഹാസ് മന്ത് വിത്ത് ഡിഫറെൻറ്റ് നെയിംസ്. ശരിയാണോ തെറ്റാണോ? ശരിയാണെങ്കിൽ ശരിയിടുക, തെറ്റാണെങ്കിൽ തെറ്റിടുക. ഏതാണ്? ഓരോ കലണ്ടറിലും എന്താണ് ഡിഫറെൻറ്റ് പേരാണ്. എന്താണ്? ഓരോ കലണ്ടറിലും വിവിധ പേരുകളിലുള്ള മാസങ്ങളുണ്ട്. എന്താണ്? ശരിയോ തെറ്റോ? ശരിയാണല്ലേ. എല്ലാ മാസവും വ്യത്യസ്ത പേരുകളിലല്ലേ വരുന്നത്. അപ്പോൾ എല്ലാ കലണ്ടറിലും എന്താണ്? എല്ലാ മാസത്തിലും എന്താണ്? വ്യത്യസ്ത പേരുകളാണ് വരുന്നത് അല്ലേ. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ഒക്കെ സെയിം മാസമാണല്ലോ അല്ലേ. എല്ലാ കലണ്ടറിലും എന്താണ്? മാസങ്ങളുടെ ഡിഫറെൻറ്റ് വ്യത്യാസമല്ല. ഒരു കലണ്ടറിൽ വേറെ മാസം, മറ്റേ കലണ്ടറിൽ വേറെ മാസം എന്നല്ല അല്ലേ. ഈച്ച് കലണ്ടർ ഹാസ് മന്ത്സ് വിത്ത് ഡിഫറെൻറ്റ് നെയിംസ് അല്ലേ. മാസത്തിന് എന്താണ്? ഡിഫറെൻറ്റ് പേരുകളാണ് അല്ലേ. അപ്പോൾ ശരി അല്ലേ. ദ നമ്പർ ഓഫ് മന്ത് ഇൻ ദ കൊല്ലവർഷ കലണ്ടർ ആൻഡ് ഗ്രിഗോറിയൻ കലണ്ടർ ആർ ഡിഫറെൻറ്റ്.
അതുപോലെ എന്താണ് കൊല്ലവർഷ കലണ്ടറിലെയും ഗ്രിഗോറിയൻ കലണ്ടറിലെയും എന്താണ് മാസങ്ങളുടെ എണ്ണം വ്യത്യാസമാണോ? രണ്ടും എന്താണ് 12 ആണുള്ളത് അല്ലേ? അപ്പോൾ എന്താണ് രണ്ടിലും എന്താണ് കൊല്ലവർഷത്തിലും 12 മാസമാണ് ഉള്ളത്. ഗ്രിഗോറിയൻ കലണ്ടർ മലയാളം ഇംഗ്ലീഷ് മാസത്തിലും എത്രയാണ്? 12 ആണ് അല്ലേ? അപ്പോൾ എന്താണ് ഇത് തെറ്റാണ് അല്ലേ? ഡിഫറെൻ്റ് അല്ല, സെയിം ആണ്, 12 തന്നെ വരുന്നത്. ശകഇയർ ഈസ് അനദർ നെയിം ഓഫ് കൊല്ലവർഷ. കൊല്ലവർഷത്തിന് വേറൊരു പേരാണ് ശകഇയർ ആണോ? അല്ല. കൊല്ലവർഷം എന്താ മലയാള മാസത്തിന് വേറൊരു പേരാണ് അല്ലേ? അപ്പോൾ ഇത് എന്താണ് തെറ്റാണ് അല്ലേ? ഈച്ച് ഇംഗ്ലീഷ് കലണ്ടർ ഈസ് ഓൾസോ നോൺ ആസ് ഗ്രിഗോറിയൻ കലണ്ടർ. ഇംഗ്ലീഷ് കലണ്ടർ അറിയപ്പെടുന്നത് എന്താണ്? ഗ്രിഗോറിയൻ കലണ്ടറിലാണ് അറിയപ്പെടുന്നത് അല്ലേ? ശരിയാണ്. മലയാളം മന്ത് കം അണ്ടർ കൊല്ലവർഷം. മലയാളം മാസം വരുന്ന കൊല്ലവർഷത്തിന് ഇതല്ലേ? ശരിയാണ്, കൊല്ലവർഷത്തിലുള്ളതാണ് അല്ലേ? ഓക്കെ, അപ്പോൾ അത് ശരിയാണ് അല്ലേ? അപ്പോൾ ഇത് തെറ്റാണ്. പിന്നെ അല്ല, ഇത് ശരിയല്ല പറഞ്ഞത്. എന്തായാലും പറഞ്ഞത് നോക്കുക കേട്ടോ. പിന്നെ നമ്പർ ഓഫ് മന്ത് കൊല്ലവർഷം കലണ്ടർ ഗ്രിഗോറിയൻ കലണ്ടർ ഡിഫറെൻറ്റ്, ഇത് തെറ്റാണ് അല്ലേ? പിന്നെ ശകഇയർ ഈസ് അനദർ നെയിം ഓഫ് കൊല്ലവർഷം, തെറ്റാണ്. ഇൻ ദ ഇംഗ്ലീഷ് കലണ്ടർ ഈസ് ഓൾസോ നോൺ ആസ് ഗ്രിഗോറിയൻ കലണ്ടർ, ശരിയാണ്. മലയാളം മന്ത് അണ്ടർ കൊല്ലവർഷം അല്ലേ? ശരിയാണ്. ഓക്കെ, then next എന്താണ്? യൂസിങ് കലണ്ടർ ഓഫ് ദ കറന്റ് ഇയർ ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് ഡേയ്സ് ഇൻ ദ മന്ത് ഓഫ് ഇംഗ്ലീഷ് കലണ്ടർ ആൻഡ് കൊല്ലവർഷം കലണ്ടർ. എന്താണ് നിങ്ങൾ കലണ്ടർ ഇപ്പോഴത്തെ വർഷം എടുക്കുക, ആ കലണ്ടർ വെച്ചിട്ട് എത്ര ഡേയ്സ് ഉണ്ട് ഇംഗ്ലീഷ് കലണ്ടറിലും കൊല്ലവർഷ കലണ്ടറിലും എത്ര ഡേയ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നോക്കൂ, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതിൽ ഇംഗ്ലീഷ് കലണ്ടറും ഉണ്ട് കൊല്ലവർഷ കലണ്ടറും ഉണ്ട് അല്ലേ? അതിൽ മന്തും നമ്പർ ഓഫ് ഡേയ്സ്. ജനുവരിയിൽ 31 അല്ലേ? ഫെബ്രുവരിയിലോ? ഫെബ്രുവരിയിൽ 28 29 അല്ലേ? പിന്നെ പിന്നെ 28 29 ആയിരിക്കും എന്ത്? ഫെബ്രുവരിയിൽ. മാർച്ചിൽ എത്രയാണ്? നമ്മൾക്ക് കൈ ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് നമ്മളെ കൈ ഇങ്ങനെ മടക്കി പിടിച്ചാൽ എന്താണ്? ഒരു കൂർപ്പും പിന്നെ ഒരു താഴ്ച, പിന്നെ ഒരു കൂർപ്പ് ഒരു താഴ്ച അങ്ങനെയല്ല വരുന്നത്. അതിൽ നമുക്ക് എണ്ണി വെക്കാം കേട്ടോ. കൂർപ്പുള്ള ഭാഗമൊക്കെ 31 ഈ താഴ്ചയുള്ള ഭാഗം 30 ആണ് കേട്ടോ. പിന്നെ ഫെബ്രുവരി മാത്രം 28 29 ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ജനുവരി ഞാൻ പറഞ്ഞാൽ 31, ഫെബ്രുവരി 28 29, മാർച്ചോ 31, ഏപ്രിൽ കുഴിയാണല്ലോ അപ്പോൾ 30, മെയ് 31, ജൂൺ 30, ജൂലൈ 31 അല്ലേ? പിന്നെയും എന്താണ് അടുത്ത് വരുന്ന കുന്നുമയില അല്ലേ? കൂർപ്പുള്ളതാണ് അല്ലേ? ജൂലൈ അല്ലേ? ഓഗസ്റ്റോ? ഓഗസ്റ്റ് ഏതാ? ഓഗസ്റ്റ് 31 അല്ലേ? സെപ്റ്റംബർ 30, ഒക്ടോബർ 31, നവംബർ 30, ഡിസംബർ 31 കേട്ടോ. അങ്ങനെ കൈ ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് എണ്ണുക. അപ്പോൾ മടക്കി പിടിക്കുമ്പോൾ എന്താണ്? കൂർപ്പും ഒരു കുഴിയും. കൂർപ്പ് ഒരു കുഴിയല്ലേ? അപ്പോൾ ആ കൂർപ്പുള്ളതൊക്കെ 31, കൂർപ്പില്ലാത്തതൊക്കെ താഴെ ഇറക്കമുള്ളതൊക്കെ എന്നാ 30 ആണ് കേട്ടോ. പിന്നെ ഫെബ്രുവരി 28 29 അത് എഴുതുക കേട്ടോ. ഇനി ചിങ്ങം 31 ആണല്ലോ. കന്നി എത്ര മാസമുണ്ട്? എത്ര ദിവസമുണ്ട് കന്നിക്ക്? നോക്കൂ, ജനുവരിയിൽ 31 അല്ലേ? ഫെബ്രുവരിയിൽ 28 29, മാർച്ചിൽ 31, ഏപ്രിൽ 30, മെയ്യിൽ 31, ജൂൺ 30, ജൂലൈ 31, ഓഗസ്റ്റ് 31, സെപ്റ്റംബർ 30, ഒക്ടോബർ 31, നവംബർ 30, ഡിസംബർ 31. ഇനി മലയാള മാസത്തിൽ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. അതുപോലെ ഹിജറ വർഷത്ത് നമ്മൾ പറയാനില്ല. ചില മാസങ്ങളിൽ എന്താണ് കൂടുതലും കുറവൊക്കെ ഉണ്ടാവും കേട്ടോ. ഇപ്പം ഞാൻ മക്കളെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഈ കൂർപ്പ് ഇങ്ങനെ കൈ മടക്കി വെക്കുക കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ജനുവരി ഫെബ്രുവരി ഈ ജനുവരി ഈ കൂർപ്പ് പിന്നെ ഒരു കുഴി, പിന്നെ കൂർപ്പ് പിന്നെ ഒരു കുഴി, പിന്നെ ഒരു കൂർപ്പ് ഒരു കുഴി, കൂർപ്പ് പിന്നെ കൂർപ്പ് പിന്നെ ഒരു കുഴി, പിന്നെ ഒരു കൂർപ്പ് പിന്നെ ഒരു കുഴി, പിന്നെ ഒരു കൂർപ്പ് അല്ലേ? അങ്ങനെയല്ല വരുന്നത്. അപ്പോൾ ഈ കൂർപ്പുള്ളതൊക്കെ എന്താക്കുക 31 നമ്മൾ കൺസിഡർ ചെയ്യണം കേട്ടോ. കുഴിയുള്ളതൊക്കെ 30 ആയിട്ടും. ഓക്കെ, പിന്നെ ഫെബ്രുവരി ശ്രദ്ധിക്കേണ്ട എന്താണ്? 28 29 അതാണ് കേട്ടോ. ബാക്കിയൊക്കെ നമ്മൾ 31 30 ആയിട്ടാണ് നോക്കുന്നത്. അപ്പോൾ ജനുവരി 31, ഫെബ്രുവരി 28 29, മാർച്ച് 31, ഏപ്രിൽ 30, മെയ് 31, ജൂൺ 30, ജൂലൈ 31, പിന്നെ അടുത്തും കൂർപ്പ വരുന്നത് അല്ലേ? ഓഗസ്റ്റ് 31, സെപ്റ്റംബർ 30, ഒക്ടോബർ 31, നവംബർ 30, ഡിസംബർ 31. കണ്ടോ? ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞ മെത്തേഡ് കേട്ടോ. കൈ മടക്കി പിടിച്ചിട്ട് ആദ്യം ഒരു കൂർപ്പ് പിന്നെ ഒരു കുഴി, പിന്നെ കൂർപ്പ് ഒരു കുഴി, കൂർപ്പ് ഒരു കുഴി, കൂർപ്പ് ഒരു കൂർപ്പ് ഒരു കുഴി, പിന്നെ ഒരു കൂർപ്പ് ഒരു കുഴി ഒരു കൂർപ്പ് അല്ലേ? അങ്ങനെയാണ്. അപ്പം കൂർപ്പുള്ളതൊക്കെ 31, കുഴിയുള്ള ഭാഗമൊക്കെ എന്താണ് 30 ആയിട്ട് നോക്കുക. പിന്നെ ഫെബ്രുവരി എപ്പോഴും എന്താണ് 28 29 ആയിരിക്കും. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ? പിന്നെ ഇവിടെ എന്താ കൊല്ലവർഷ കലണ്ടറിലുള്ള ചിങ്ങത്തിൻ്റെ എത്ര ഡേയ്സാന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം
ഓക്കെ, ചിങ്ങത്തിൽ എന്താണ് 31 അല്ലേ. പിന്നെ ചില മാസങ്ങളിലല്ല ചില വർഷങ്ങളിലൊക്കെ എന്താണ് 30ഉം 29ഉം 30ഒക്കെ ആയിട്ട് എന്താണ് മാറി മാറി കളിക്കും കേട്ടോ. ഈ ഇതിൽ ഇംഗ്ലീഷിൽ അങ്ങനെ മാറൂലേ, പക്ഷെ മലയാളത്തിൽ മാറി ഇതാക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഹിജ്റയിൽ നമ്മൾ 29, 30 ഒക്കെ മാറി കളിക്കുന്നുണ്ട്. ചില മാസത്തിൽ ചിങ്ങത്തിൽ 30 ആയിരിക്കും, ചില വർഷത്തിൽ ചില വർഷത്തിലാണ് 31 ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇവിടെ ചിങ്ങം 31, കന്നി 31, തുലാം 30, വൃശ്ചികം 29, ധനു 29, പിന്നെന്താണ് മകരം എന്താണ് 30, കുംഭം 30, മീനം 30, മേടം 31, ഇടവം 31, മിഥുനം 32, കർക്കിടകം 31 കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എഴുതിയെടുക്കുക കേട്ടോ. ഒന്നും കൂടി പറഞ്ഞുതരാം. ചിങ്ങം 31, കന്നി 31, തുലാം 30, വൃശ്ചികം 29, ധനു 29, മകരം 30, കുംഭം 30, മീനം 30, മേടം 31, ഇടവം 31, മിഥുനം 32, കർക്കിടകം 31 കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഇത് എന്താണ് ചില വർഷങ്ങളിൽ എന്താണ് ഈ മലയാള മാസമാണെങ്കിൽ ഹിജ്റ വർഷമാണെങ്കിൽ ഒന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറുന്നുണ്ട് കേട്ടോ. ദിവസങ്ങൾ ചിങ്ങം ചില വർഷം എന്താണ് 30 ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ കന്നിയും അങ്ങനെ തന്നെയാണ്. ചില വർഷം 29 ആവും അല്ലെങ്കിൽ 30 ആവും, അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ. കലണ്ടറിൽ നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക്. ഓക്കെ, ദെൻ അടുത്തത് എന്താണ്, ലെറ്റ്സ് പ്രിപ്പയർ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ദ കംപ്ലീറ്റഡ് ടേബിൾ. ഈ ടേബിൾ കംപ്ലീറ്റ് ആക്കിയല്ലോ, അപ്പോൾ അതിന് കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഈ വിച്ച് മന്ത് ഡസ് ദ മലയാളം ഇയർ, കൊല്ലവർഷം ബിഗിൻ? ഏത് മാസമാണ് മലയാള വർഷം തുടങ്ങുന്നത്? ചിങ്ങത്തിൽ അല്ലേ. അപ്പോൾ നമുക്ക് എന്താ ഇവിടെ ഇതിൻ്റെ ചിങ്ങം എന്ന് എഴുതുക കേട്ടോ. ഇവിടെ നിങ്ങൾ എന്താക്കുക, ചിങ്ങം എന്ന് എഴുതുക. വിച്ച് മന്ത് ഇൻ ദ ഇംഗ്ലീഷ് ഇയർ ഹാസ് എ ലീസ്റ്റ് നമ്പർ ഓഫ് ഡേയ്സ്? ഏത് മാസത്തിലാണ് കുറവ് ദിവസങ്ങളുള്ള മാസം ഉള്ളതെന്ന് ചോദിച്ചത് അല്ലേ. അപ്പോൾ ഏതാണ്? ഫെബ്രുവരി കേട്ടോ. ഫെബ്രുവരി എന്ന് എഴുതുക കേട്ടോ. സ്പെല്ലിംഗ് അറിയാലോ, FBRUARY കേട്ടോ. അത് നോക്കണ്ട നിങ്ങൾ. ഓക്കെ, ഇവിടെ ചിങ്ങം എഴുതുക. മലയാള മാസത്തിൽ തുടങ്ങുന്നത് ചിങ്ങത്തിലാണ്. അതുപോലെ കുറവ് നമ്പറുള്ള ഏതാണ്? ഫെബ്രുവരി കേട്ടോ. വിച്ച് മന്ത് ഹാവ് ഈക്വൽ നമ്പർ ഓഫ് ഡേയ്സ് ഇൻ ഗ്രിഗോറിയൻ ഇയർ ആൻഡ് കൊല്ലവർഷം? അതുപോലെ ഏതൊക്കെ മാസങ്ങളിലാണ് ഗ്രിഗോറിയൻ ഇയറിലും കൊല്ലവർഷത്തിലും ഏതൊക്കെ നമ്പർ ഓഫ് ഡേയ്സ് ഈക്വൽ ആയിട്ടുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞു തന്നല്ലോ, അപ്പോൾ നിങ്ങൾ നോക്കുക കേട്ടോ. സെയിം ഉള്ള ദിവസം ഏതൊക്കെയാണെന്നുള്ളത് അല്ലേ. ചിലതിന് 31 വരുന്നുണ്ടല്ലോ അല്ലേ, അത് നോക്കുക. ചിലത് 30 വരുന്ന ഏതൊക്കെ മാസമാണെന്നുള്ളത് എഴുതുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം കേട്ടോ. ഡിവൈഡ് ദ ക്ലാസ് ഇൻറ്റു ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ്, കണ്ടക്ട് എ ക്വിസ് ബേസ്ഡ് ഓൺ ദിസ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ വെച്ച് നിങ്ങൾക്ക് എന്താക്കുക, ക്ലാസ്സിനെ ഡിഫറെൻറ്റ് ഗ്രൂപ്പ് ആക്കിയിട്ട് ഒരു ക്വിസ് കോമ്പറ്റീഷൻ നടത്താം കേട്ടോ. ഓക്കെ, ദെൻ ലോജിക്കലി കണക്ട് ദ ടേംസ് ഇൻ ദ ഗിവൺ ഫോളോയിങ് ടേബിൾ. ഈ ടേബിൾ വെച്ച് നിങ്ങൾക്ക് എന്താക്കുക, ഈ മാച്ച് ദ ഫോളോയിങ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. സാറ്റലൈറ്റ് ഓഫ് ദ എർത്ത് എന്താണ്? സാറ്റലൈറ്റ് ഓഫ് ദ എർത്ത് ഏതാണ് പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. സാറ്റലൈറ്റ് ഓഫ് ദ എർത്ത് ഏതാ? എർത്തിൻ്റെ സാറ്റലൈറ്റ് ഏതാണ്? മൂൺ അല്ലേ, മൂണ്. ഓക്കെ, നെക്സ്റ്റ് നവംബറിൽ എന്താണ്? നവംബർ 30 ഡേയ്സ് അല്ലേ. അപ്പോൾ അത് 30 ഡേയ്സ്. നെക്സ്റ്റ് പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം. സോളാർ സിസ്റ്റത്തിൽ എത്ര പ്ലാനറ്റ് ഉണ്ട്? 8 അല്ലേ. 8 പ്ലാനറ്റ് അല്ലേ. മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, എന്തൊക്കെയാണ് പഠിച്ചിരുന്നത്? ജൂപ്പിറ്റർ, യുറാനസ്, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ, ഇതൊക്കെ അല്ലേ. അപ്പോൾ പഠിച്ചില്ലായിരുന്നോ? അതാ പെട്ടെന്ന് അല്ലേ. ഓക്കെ, ദെൻ റൊട്ടേഷൻ ഓഫ് ദ എർത്ത്. എർത്തിൻ്റെ റൊട്ടേഷൻ എന്താണ്? സ്വയം കറങ്ങുന്ന എത്ര മണിക്കൂറാണ്? 24 hour അല്ലേ. അപ്പോൾ 24 hour കേട്ടോ. ഇത് കേട്ടോ 24 hour ഇതില്ല കേട്ടോ. ഓക്കെ, അപ്പം റൊട്ടേഷൻ ഓഫ് ദ എർത്ത് എന്താണ്? 24 hours അല്ലേ. ഇനി 1 year എന്താണ്? 1 year എന്ന് പറയുമ്പോൾ 1 year 365 1/4 days അല്ലേ. അങ്ങോട്ടാണ് ഞാൻ പോകുന്നത്. ഇതാ. ഓക്കെ, ദെൻ ബിഗ്ഗസ്റ്റ് പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം. സോളാർ സിസ്റ്റത്തിലുള്ള ബിഗ്ഗസ്റ്റ് പ്ലാനറ്റ് ഏതാണ്? ജൂപ്പിറ്റർ അല്ലേ. അപ്പോൾ ജൂപ്പിറ്റർ എന്ന് വിളിക്കുക കേട്ടോ. ജൂപ്പിറ്റർ കേട്ടോ. ഇതാണ് എന്താണ് ബിഗ്ഗസ്റ്റ് പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം. ഓക്കെ, അപ്പോൾ ബിഗ്ഗസ്റ്റ് പ്ലാനറ്റ് ഇൻ ദ സോളർ സിസ്റ്റം ജൂപ്പിറ്റർ ആണ് കേട്ടോ. ദെൻ അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ദെൻ നെക്സ്റ്റ് അപ്പം സാറ്റലൈറ്റ് ഓഫ് ദ എർത്ത് ഏതാ? 3. നവംബറിൽ എത്ര? 30 days. പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം ഏതാണ്? എത്ര? 8.
റൊട്ടേഷൻ ഓഫ് ദ എർത്ത് 24 hours, 1 year, 365, 1/4 days. ബിഗ്ഗസ്റ്റ് പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം ജൂപ്പിറ്റർ കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്? Complete the puzzle and prepare your own puzzles from the unit. The days in which we can't see the moon at all. ഏത് ഡേയ്സ് ആണ് നമ്മൾ മൂണിനെ കാണാൻ പറ്റാത്തത്? ന്യൂ മൂണിൻ്റെ അല്ലേ എഴുതുക. ദ പ്ലാനറ്റ് വിച്ച് ഈസ് ക്ലോസസ്റ്റ് ടു ദ എർത്ത്. എർത്തുമായിട്ട് ക്ലോസ് ആയിട്ടുള്ള പ്ലാനറ്റ് ഏതാ? മെർക്കുറി അല്ലേ. ദ മൂവ്മെന്റ് ഓഫ് സെലഷ്യൽ ബോഡീസ് ഇൻ ഇറ്റ്സ് ഓൺ ആക്സിസ്, റൊട്ടേഷൻ അല്ലേ. പിന്നെന്താണ്? അതിൻ്റെ ആക്സിസ് തന്നെ കറങ്ങുന്നതിന് റൊട്ടേഷൻ എന്ന് പറയും അല്ലേ. ദ സെലഷ്യൽ ബോഡീസ് ദാറ്റ് റിവോൾവ് അറൌണ്ട് ദ സൺ ഇൻ എ ഡെഫിനിറ്റ് പാത്ത്, എന്താണ്? റെവല്യൂഷൻ അല്ലേ. സണ്ണിന് ചുറ്റുന്ന സെലഷ്യൽ ബോഡീസിൻ്റെ അതിൻ്റെ ഡെഫിനിറ്റ് പാത്തിൽ ചുറ്റുന്ന അതിനെന്താണ്? റെവല്യൂഷൻ എന്ന് പറയും. ദ പ്ലാനറ്റ് ഇൻ വിച്ച് വി ലിവ്. ഏത് പ്ലാനറ്റിൽ നമ്മൾ ജീവിക്കുന്ന? എർത്തിൽ അല്ലേ. ദ മലയാളം മന്ത് ഇൻ വിച്ച് വി സെലിബ്രേറ്റ് വിഷു. ഏത് മാസത്തിലാണ് നമ്മൾ വിഷു സെലിബ്രേറ്റ് ചെയ്യുന്നത്? മേടം അല്ലേ. വിഷു സെലിബ്രേറ്റ് ചെയ്യുന്ന മേടാണ്. എ മന്ത് ഇൻ കൊല്ലവർഷം. കൊല്ലവർഷത്തിൽ ഉള്ളൊരു മാസം പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. 5 ലെറ്റർ ഉള്ള 5 ഉള്ള ഏതൊക്കെയുണ്ട് നോക്കുക. കന്നി ഉണ്ട് അല്ലേ, 5 തുലാം 3, അത് 6 അല്ലേ. പിന്നെ 1, 3, 4 ധനുണ്ട്. പിന്നെ മേടം അല്ലേ, 5. ഓക്കെ, അപ്പോൾ അതിലേതോ ഒന്നാണ് എന്ത്? നമ്മളിപ്പോൾ മാച്ച് ദ ഫോളോയിങ് അവിടെ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ മാച്ച് ദ ഫോളോയിങ് അല്ല, ഇവിടെ നമ്മൾ എഴുതും അല്ലേ. അപ്പോൾ ഇതിൽ ശരിയായുള്ള 5 ഏതാണോ കറക്റ്റായി വരുന്നത് അതാണ് ഇവിടെ ഇത് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ. ദ മന്ത് ഇൻ വിച്ച് സ്കൂൾ റീ ഓപ്പൺ ഇൻ കേരള. കേരളത്തിൽ ഓപ്പൺ ചെയ്യുന്ന മാസം ഏതാണ്? ജൂണിൽ അല്ലേ. ദ ഫസ്റ്റ് മന്ത് ഓഫ് ദ ഗ്രിഗോറിയൻ കലണ്ടർ. ഗ്രിഗോറിയൻ കലണ്ടറിലെ ഫസ്റ്റ് മന്ത് ഏതാണ്? ജനുവരി അല്ലേ. ഇനി ടു ദ റൈറ്റ്, ഇനി റൈറ്റിലേക്കാണ്. റൈറ്റും ഡൗണും ഒക്കെ ഉണ്ട് അല്ലേ. ഇതിപ്പോൾ ഡൗണിലേക്കായി പോയതൊക്കെ കേട്ടോ. ഇനി ദ ഡേ ഇൻ വിച്ച് വി ക്യാൻ സീ ദ എൻറ്റയർ ഇലൂമിനേറ്റഡ് പാർട്ട് ഓഫ് ദ മൂൺ. മൂണിൻ്റെ ഇലൂമിനേറ്റഡ് പാർട്ട് മൊത്തം കാണുന്ന ഏതാണ്? എന്താ? ഫുൾ മൂൺ ഡേ അല്ലേ. ഇനി ഒരു പ്ലാനറ്റിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 11 ഇങ്ങോട്ടേക്കാണല്ലേ പ്ലാനറ്റിൻ്റെ ഒരു പേര്. ഏതാണ്? മെർക്കുറി അറിയാം, വീനസ്, എർത്ത്, മാർസ് ഒക്കെ അറിയാം അല്ലേ. അപ്പോൾ നമ്മൾക്ക് ഏതാണോ നോക്കുക. ഇവിടെയൊക്കെ മാച്ച് ആവുന്ന ഈ നമ്പർ വെച്ചിട്ടാണ് നമ്മൾ എന്താക്കുന്നത്? പ്ലാനറ്റിൻ്റെ പേര് എഴുതേണ്ടത് കേട്ടോ. ദെൻ ദ മൂവ്മെൻറ്റ് ഓഫ് സെലഷ്യൽ ബോഡീസ് അറൗണ്ട് ദ സൺ. പിന്നെന്താണ്? സൂര്യനെ ചുറ്റുന്ന സെലഷ്യൽ ബോഡീസിൻ്റെ മൂവ്മെൻറ്റിന് എന്താ പറയുക? റെവല്യൂഷൻ അല്ലേ. സാറ്റലൈറ്റ് ഓഫ് ദ എർത്ത്. എർത്തിൻ്റെ സാറ്റലൈറ്റ് മൂൺ. ദ സെലഷ്യൽ ബോഡി ദാറ്റ് മൂവ്സ് അറൗണ്ട് എ പ്ലാനറ്റ്. പിന്നെന്താണ്? പ്ലാനറ്റിന് ചുറ്റും മൂവ് ചെയ്യുന്നതിൻ്റെ പേരെന്താ? സാറ്റലൈറ്റ് അല്ലേ. ദ പ്ലാനറ്റ് വിത്ത് റിങ്സ് ഉള്ള പ്ലാനറ്റ് ഏതാണ്? നോക്കിയേ? സാറ്റേൺ ആണ് അല്ലേ. റിങ് ഉള്ളത് ഏതാണ്? സാറ്റേൺ ആണ്. അപ്പോൾ നമ്മളിവിടെ മാച്ച് ആക്കിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞില്ലേ ഏത് മാസമാണുള്ളത് ഇവിടെ നോക്കിയിട്ടല്ലേ. അപ്പോൾ ഇവിടെ കന്നിയാണ് കേട്ടോ. ഓക്കെ, പിന്നെ സാറ്റലൈറ്റ്, പിന്നെന്താണ്? പ്ലാനറ്റ് അല്ലേ. പിന്നെ ഫുൾ മൂണ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഒക്കെ എഴുതുക കേട്ടോ. ഇവിടെ ഞാൻ പറഞ്ഞ സെലഷ്യൽ ബോഡീസ് ദാറ്റ് റിവോൾവ് അറൗണ്ട് ദ സൺ ഇൻ എ ഡെഫിനിറ്റ് പാത്ത് എന്ന് പറയുന്നത് ഏതാണ്? പ്ലാനറ്റാണ് കേട്ടോ. ഓക്കെ, ഞാൻ അതിൽ കറക്റ്റായി എഴുതിയിട്ടുണ്ട്, നോക്കുക. പിന്നെ നമ്മൾ പറഞ്ഞ വിച്ച് മന്ത് ഈക്വൽ നമ്പർ ഓഫ് ഡേയ്സ്. ഗ്രിഗോറിയൻ ഇയർ ആൻഡ് കൊല്ലവർഷം അല്ലേ. ജനുവരിയിലും ചിങ്ങത്തിലും, ഏപ്രിലും വൃശ്ചികത്തിലും, ജൂണിലും മകരത്തിലും, ഓഗസ്റ്റിലും മീനത്തിലും, ഒക്ടോബർ ഇടവൻ, ഡിസംബർ കർക്കിടകം അല്ലേ. അതൊക്കെയാണ് ഈക്വലായിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, ഈക്വലായിട്ട് ദിവസങ്ങൾ വരുന്നത് കേട്ടോ. ഇനി അടുത്ത ചോദ്യം എന്താണ്? യൂസിങ് ദ കലണ്ടർ ഐഡൻറ്റിഫൈ എനി വൺ ഓഫ് ദ മന്ത് ഇൻ വിച്ച് ഡേയ്സ് മാർക്ക്ഡ് ആസ് ഫുൾ മൂൺ ആൻഡ് ന്യൂ മൂൺ. അപ്പോൾ ഫുൾ മൂണും ന്യൂ മൂണും ആയിട്ട് ഏതെങ്കിലും എന്താണ് നമ്മൾ ഏതെങ്കിലും കലണ്ടറിലുള്ള ഏതെങ്കിലും ഒരു മാസം എടുക്കുക. എന്നിട്ട് അതിൽ ഫുൾ മൂണിൻ്റെ ഏതാണ് ന്യൂ മൂണിൻ്റെ ഏതാണെന്നുള്ളത് എന്താണ് റൗണ്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം നമുക്ക് ഏതായിരുന്നു നമ്മൾ എടുത്തിരുന്നത്? നവംബർ തന്നെ എടുക്കാം അല്ലേ. നോക്ക്, ഈ കലണ്ടറിൽ നോക്കിയേ, ഈ കലണ്ടറിൽ നവംബറാണ് അല്ലേ. നവംബറിൽ ഇവിടെ നോക്കിയാൽ ഇത് ബ്ലാക്ക് കാണിച്ച ഈ കുത്ത് കണ്ടില്ലേ? ഇത് ഏതാണ്? ഇത് ഫുൾ ന്യൂ മൂൺ ഡേ ആണ് കേട്ടോ. ഇത് വരുന്നത് ഈ ഒരു കുത്ത് വരുന്നത് എന്താണ്? ന്യൂ മൂൺ ഡേ. കറുപ്പ് കുത്ത് കേട്ടോ. ഇനി നോക്കിയാൽ ഇവിടെ വെള്ള കുത്ത് കാണുന്നില്ല, ഇവിടെ ഒരു വെള്ള റൗണ്ട് നിങ്ങൾ കലണ്ടറിൽ എടുത്ത് നോക്കുക. അപ്പോൾ വെള്ള റൗണ്ടായിട്ട് കാണും ഈ 5-ാം തീയതിൻ്റെ ഇവിടെ. അപ്പോൾ ഇതാണെന്ത്? ഫുൾ മൂൺ ഡേ കേട്ടോ. ഓക്കെ, അപ്പോൾ ഫുൾ മൂൺ ഡേ എന്ന് പറയുന്നത് വെള്ള റൗണ്ട് ചെയ്തതും എന്താണ് ന്യൂ മൂൺ ഡേ എന്ന് പറയുന്നത് എന്താണ്? ബ്ലാക്ക് റൗണ്ട് ചെയ്തതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ എന്താക്കുക? ഇങ്ങനെ റൗണ്ട് ചെയ്താൽ മതി.
ഓക്കെ, ഇതും പിന്നെ ഇതും. എങ്ങനെ സംഭവം മനസ്സിലായില്ലേ? ആ കറുത്ത് കുത്തുള്ള എന്താണ് ന്യൂ മൂൺ ഡേ അല്ലേ? അവിടെ നമുക്ക് മൂണിനെ കാണാൻ കഴിയില്ല അല്ലേ? ന്യൂ മൂൺ ഡേൻ്റെ അന്ന് അതാണ് കറുപ്പ്. ഇനി ഫുൾ മൂൺ ഡേൻ്റെ അന്ന് എന്താ ഫുള്ള് റൗണ്ടായിട്ട് കറക്റ്റായിട്ട് കാണാൻ കഴിയും മൂണിനല്ലേ? അതാണെന്ത് ഈ വെള്ള റൗണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളെ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത ഭാഗം ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.